ഫ്രാൻസിസ് മാർപ്പാപ്പ 88-ാം വയസ്സിൽ കാലം ചെയ്തു. ഫെബ്രുവരി 14 മുതൽ ശ്വാസകോശ അണുബാധയെ തുടർന്ന് വത്തിക്കാനിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇനി കത്തോലിക്ക സഭയ്ക്ക് വലിയ ഇടയനില്ല. എന്നാൽ വിശ്വാസികളെ നയിക്കാൻ പുതിയ പാപ്പയെ എത്രയും വേഗം തെരഞ്ഞെടുത്തേ പറ്റൂ. പോപ്പ് ഫ്രാൻസിസിന്റെ വിടവാങ്ങലിന്റെ ദുഃഖം പേറുന്ന മണിക്കൂറുകളിലും വത്തിക്കാനിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മരണപ്പെട്ട മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി ഏകദേശം 3 ആഴ്ചകൾക്ക് ശേഷം പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. മരണപ്പെട്ട മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി ഏകദേശം 3 ആഴ്ചകൾക്ക് ശേഷം പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള പ്രക്രിയകളാണ് ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. കോളേജ് ഓഫ് കാർഡിനൽസ് സിസ്റ്റൈൻ ചാപ്പലിൽ ഒത്തുകൂടും. അതീവ രഹസ്യമായാണ് ഇത് നടക്കുക. കഴിഞ്ഞ 700 വർഷമായി ഈ പാരമ്പര്യമാണ് പിന്തുടരുന്നത്. പോപ്പിന്റെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ പരസ്യമായി പ്രചാരണം നടത്തുന്നില്ല എന്നതാണ് ഇതിൽ ശ്രദ്ധേയം. മറിച്ച് പൊതുവെ കർദിനാൾമാർ എല്ലാവരും പോപ്പിന്റെ സ്ഥാനം വഹിക്കാൻ പ്രാപ്തരാണെന്നാണ് വത്തിക്കാൻ നിരീക്ഷകർ കരുതുന്നത്. ഒരു പോപ്പിന്റെ മരണത്തിനു പിന്നാലെ അല്ലെങ്കിൽ ബെനഡിക്ട് 16 പോപ്പിന്റെ രാജി പോലെയുള്ള അപൂർവ സന്ദർഭങ്ങളിൽ വത്തിക്കാൻ ഒരു പേപ്പറിൽ കോൺക്ലേവ് വിളിച്ചുകൂട്ടുകയാണ് ചെയ്യുക. അതിൽ സഭയുടെ അടുത്ത തലവനെ തെരഞ്ഞെടുക്കുന്നതിനാൽ കോളേജ് ഓഫ് കാർഡിനൽസ് ഒത്തുചേരുന്നു. 2025 ജനുവരി 22 കോൺക്ലേവിന്റെ നിയമങ്ങൾ പ്രകാരം 252 കർദിനാൾമാരിൽ 138 പേരാണ് ഇലക്ടർമാർ. 80 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്ന രഹസ്യ ബാലറ്റിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. വോട്ടെടുപ്പ് ദിവസം മൈക്കലാഞ്ചലോ വരച്ച പ്രശസ്തമായ സീലിംഗ് ഉള്ള സിസ്റ്റൈൻ ചാപ്പൽ സീൽ ചെയ്തു പൂട്ടും. രഹസ്യ സത്യപ്രതിജ്ഞ ചെയ്ത കർദിനാൾമാരെ അകത്ത് പൂട്ടിയിടുകയും ചെയ്യും. 80 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനും അർഹതയുള്ളൂ. ഏകദേശം 120 പേർ രഹസ്യമായി തങ്ങൾ തെരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും. ഒരു ബാലറ്റിൽ അവരുടെ പേരെഴുതി ബലിപീഠത്തിന് മുകളിൽ വെച്ച പാത്രത്തിൽ നിക്ഷേപിക്കും. ഒരു സ്ഥാനാർത്ഥിക്കും ആവശ്യമായ 3/2 ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു റൗണ്ട് വോട്ടെടുപ്പ് നടത്തും. ഒരു ദിവസം ഇങ്ങനെ 4 റൗണ്ടുകൾ വരെ നടത്താം. ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞാൽ വത്തിക്കാനിലെ അഗ്നിശമന സേനാംഗങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിലെ മുൻകൂട്ടി സ്ഥാപിച്ച സ്റ്റൗവിൽ അവ കത്തിക്കും. രണ്ടാമത്തെ സ്റ്റൗവിലൂടെ ഒരു രാസവസ്തു കത്തിച്ച് അത് ചിമ്മിനിയിലൂടെ പുറത്തുവിടുന്നു. ഇതൊരു അടയാളമാണ്. കറുത്ത പുക വന്നാൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് അർത്ഥം. വെളുത്ത പുക വന്നാൽ പുതിയ പാപ്പയെ തെരഞ്ഞെടുത്തു എന്നും. ഒരു മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കോളേജ് ഓഫ് കാർഡിനൽസിൽ നിന്നുള്ള ഒരു പ്രതിനിധി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രധാന ബാൽക്കണിയിൽ നിന്ന് താഴെയുള്ള ആയിരക്കണക്കിന് ആളുകളെ നോക്കി നമുക്കൊരു മാർപ്പാപ്പയുണ്ടെന്ന് ലാറ്റിൻ ഭാഷയിൽ പ്രഖ്യാപനം നടത്തും. ഇതിനുശേഷം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ ഒരു വിശുദ്ധനെയോ മുൻഗാമിയെയോ ബഹുമാനിക്കുന്ന ഒരു പേരു തെരഞ്ഞെടുത്ത് വെളുത്ത കസോക്ക് ധരിച്ച് പൊതുജനങ്ങൾക്ക് മുന്നിൽ തന്റെ കന്നിപ്രസംഗം നടത്താൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങും. സഭാപരമായ കാര്യങ്ങളും ധാർമ്മികതയും പഠിപ്പിക്കുന്നതിനൊപ്പം പുതിയ പോപ്പ് ലോകരാഷ്ട്രീയത്തിൽ ഗണ്യമായ നയതന്ത്രപരവും രാഷ്ട്രീയവുമായ അധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്നു. ആഗോള സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ മധ്യസ്ഥനായി പ്രവർത്തിക്കുകയും മനുഷ്യാവകാശ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. 2024 നവംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുമ്പോൾ ചെയ്യേണ്ട ശവസംസ്കാര ചടങ്ങുകൾ പരിഷ്കരിച്ചിരുന്നു. ആചാരങ്ങൾ ലളിതമാക്കുകയും ആചാരങ്ങൾക്ക് അനുസൃതമല്ലാതെ വത്തിക്കാന്റെ പുറത്ത് മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഒരു വത്തിക്കാൻ പത്രം പുതുക്കിയ ആരാധനാക്രമത്തിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു.